ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോയാലോ? എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി മൊത്തം ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെയും വിവാഹം നടന്നത്. അപ്പോൾ ദേ ഇവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും നല്ല അടിപൊളി ഭാവി ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുശേഷം ഇനി ഹാളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും താലം പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണപ്പെണ്ണും കല്യാണച്ചെക്കനും വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫാമിലിയിൽ വേറെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവരായിരുന്നു കേട്ടോ ആ കപ്പിൾസ്. ഇഷ്ടമായോ? ഇനി നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കാണ് കേട്ടോ. അച്ഛൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടി കരയായിരുന്നു നമ്മുടെ സംഗീതമോള്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും അവളെ നല്ല രീതിയിൽ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാവില്ലേ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ആ ഒരു നിമിഷത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടം, ഒരു വിഷമമൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉള്ളതാണല്ലേ. അപ്പോൾ കണ്ടില്ലേ, ചേട്ടനും അനിയത്തിയും കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അതിനുശേഷം നമ്മൾ എല്ലാവരും കരഞ്ഞിട്ടോ. കാരണം അവൾ എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയുന്നത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണും നിറഞ്ഞു പോയി. അങ്ങനെ ഞങ്ങൾ ചേട്ടന്മാരും അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തും വന്നായിരുന്നു. അപ്പം ഞാനും കരഞ്ഞിട്ടോ. കരയില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷേ കരഞ്ഞു പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.